2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതു വിധേനയും അധികാരം പിടിക്കുക എന്നത് UDF എന്ന രാഷ്ട്രീയ മുന്നണിക്കും ഇതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ വിഷയമാണ്. അതുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ UDF നേതൃത്വം ആലോചിക്കുന്നത്. 140 അംഗ കേരള നിയമസഭയിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 71 സീറ്റാണ്. ഈ 71 സീറ്റിൽ 36 സീറ്റുകൾ 4 ജില്ലകളിൽ നിന്നായി നേടിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സുഗമമായി അധികാരം പിടിക്കുവാൻ കഴിയൂ എന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഈ 4 ജില്ലകൾ എന്ന് പറയുന്നത് വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളാണ്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കുറവ് അംഗങ്ങളെ സംഭാവന ചെയ്യുന്നത് വയനാട് ജില്ലയാണ്. ഇവിടെ 3 സീറ്റുകളാണുള്ളത്. മലപ്പുറം ജില്ലയാണ് കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്നത്. ഇവിടെ 16 സീറ്റുകളാണുള്ളത്. എറണാകുളം ജില്ല എന്ന UDFന്റെ ശക്തി കേന്ദ്രത്തിൽ 14 സീറ്റുകളും കോട്ടയം എന്ന മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലയിൽ 9 സീറ്റുകളുമാണുള്ളത്. അങ്ങനെ ആകെ 42 സീറ്റുകൾ. ഈ 42 സീറ്റുകളിൽ 36 സീറ്റുകൾ നേടണമെന്ന് UDF ആഗ്രഹിക്കുമ്പോൾ നിലവിലെ കക്ഷി നില കൂടി നാം പരിഗണിക്കേണ്ടതാണ്. നിലവിൽ 42-ൽ 27 സീറ്റുകൾ UDFനൊപ്പവും 15 സീറ്റുകൾ LDFനൊപ്പവുമാണ്. ജില്ല തിരിച്ചു നോക്കിയാൽ UDFന് വയനാട്ടിൽ 2 സീറ്റുള്ളപ്പോൾ LDFനുള്ളത് 1 സീറ്റാണ്. മലപ്പുറത്ത് UDFന് 12 സീറ്റുകൾ ഉള്ളപ്പോൾ 4 സീറ്റുകൾ LDFനൊപ്പവും എറണാകുളത്തെ 14 സീറ്റുകളിൽ 9 എണ്ണം UDFനൊപ്പവും 5 എണ്ണം LDFനൊപ്പവുമാണ്. കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള 9 സീറ്റുകളിൽ 5 എണ്ണം LDFനൊപ്പവും 4 എണ്ണം UDFനൊപ്പവുമാണ്. അതായത് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ LDFന്റെ കയ്യിലുള്ള 15 സീറ്റുകളിൽ നിന്ന് 9 എണ്ണം കൂടി UDF ഇവിടെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് UDF വിലയിരുത്തുന്ന 9 സീറ്റുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി സീറ്റാണ്. നിലവിൽ കേരളത്തിൽ മന്ത്രിയായ OR കേളുവാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന CPM MLA. എന്നാൽ വയനാട് പുനരധിവാസത്തിലെ പാളിച്ചകളും വന്യജീവി ആക്രമണവും ചർച്ചയാകുന്ന മണ്ഡലത്തിൽ ഉറപ്പായും UDFന് വിജയിച്ചു കയറാമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. PK ജയലക്ഷ്മി എന്ന മുൻ മന്ത്രിയെ തന്നെയാവും ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ UDF വീണ്ടും മത്സര രംഗത്ത് ഇറക്കുവാൻ സാധ്യത. മലപ്പുറത്തേക്ക് വന്നാൽ LDFന്റെ കയ്യിലുള്ള 4 സീറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പൊന്നാനി, മുൻ മന്ത്രി KT ജലീൽ പ്രതിനിധാനം ചെയ്യുന്ന തവനൂർ, മന്ത്രി അബ്ദുറഹ്മാൻ പ്രതിനിധാനം ചെയ്യുന്ന താനൂർ, PV അൻവർ രാജിവെച്ച നിലമ്പൂർ എന്നിവയാണ്. ഇതിൽ നിലമ്പൂരും താനൂരും തവനൂരും വിജയിച്ചെടുക്കാമെന്നാണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. താനൂർ, തവനൂർ മണ്ഡലങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിസ്സാര ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ വട്ടം CPM പ്രതിനിധികളായ KT ജലീലും അബ്ദുൾ റഹ്മാനും വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം ഈ 2 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാമെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. നിലമ്പൂർ സീറ്റ് നിലവിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇനി എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് UDF ഏറ്റവും അധികം സീറ്റുകൾ LDFൽ നിന്ന് പിടിച്ചെടുക്കേണ്ടത്. LDFനുള്ള 5 സീറ്റുകളിൽ 3 സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കുന്നെങ്കിൽ മാത്രമേ UDF പ്രതീക്ഷിക്കുന്ന 36 എന്ന കണക്കിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ LDFന്റെ പക്കലുള്ള സീറ്റുകളിൽ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ വൈപ്പിൻ സീറ്റിൽ UDF ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നില്ല. 2 വട്ടമായി LDFന്റെ KJ മാക്സി തിരഞ്ഞെടുക്കപ്പെടുന്ന കൊച്ചിയിലും UDF വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്നില്ല. എന്നാൽ LDFന്റെ കയ്യിലുള്ള കോതമംഗലം, LDFന്റെ കയ്യിലുള്ള കുന്നത്തുനാട്, LDFന്റെ കയ്യിലുള്ള മന്ത്രി രാജീവ് പ്രതിനിധാനം ചെയ്യുന്ന കളമശ്ശേരി എന്നീ മണ്ഡലങ്ങൾ അനായാസേന വിജയിച്ചു കയറാമെന്നാണ് UDF നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്. കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇടതു വലതു മുന്നണികളുടെ പോരാട്ടം എന്നതിനുപരിയായി കോൺഗ്രസും മാണി ഗ്രൂപ്പും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഇവിടെയുള്ള ഭൂരിഭാഗം മണ്ഡലങ്ങളിലും നടക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കോട്ടയവും പുതുപ്പള്ളിയും പാലായും കടുത്തുരുത്തിയും നിലനിർത്തുന്നതിനോടൊപ്പം മാണി ഗ്രൂപ്പിനോട് കോൺഗ്രസ് മത്സരിക്കുന്ന മാണി ഗ്രൂപ്പിന്റെ ജനപ്രതിനിധികളുള്ള പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും പിടിച്ചെടുത്താൽ മാത്രമേ UDFന് കോട്ടയത്ത് 6 സീറ്റുകൾ ഉറപ്പിക്കാൻ കഴിയൂ. ഇത്തരത്തിൽ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയും മലപ്പുറത്തു നിന്ന് താനൂരും തവനൂരും നിലമ്പൂരും എറണാകുളത്തു നിന്ന് കോതമംഗലവും കുന്നത്തുനാടും കളമശ്ശേരിയും കോട്ടയത്ത് നിന്ന് പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും അടക്കം 9 നിയോജക മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത് ആകെയുള്ള 42 സീറ്റിൽ 36 എണ്ണവും നേടി 2026 പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരമുറപ്പിക്കാമെന്ന
UDF പ്രതീക്ഷകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.